ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻ ബ്രോയുടെ ഏറ്റവും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് എന്നത്തെയും പോലെ എപ്പോഴത്തെയും പോലെ യു കെയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ അപ്ഡേറ്റിനെ കുറിച്ച് തന്നെയാണ്. അതായത് യു കെയിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതെനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം തീർച്ചയായിട്ടും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഏപ്രിലായിരിക്കും ഏറ്റവും പുതിയ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് പ്രഖ്യാപിക്കുക എന്നുള്ളതായിരുന്നു. കാരണം ILR സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങളൊക്കെ ഏപ്രിൽ നിലവിൽ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് യു കെ വൃത്തങ്ങളിൽ പലതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം അതിനു മുൻപ് ഹോം സെക്രട്ടറി ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഇമിഗ്രേഷൻ നയങ്ങളിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച്. അപ്പോൾ ആ പ്രഖ്യാപനങ്ങൾ നടത്തി 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസിൽ ഏകദേശം ഹോം സെക്രട്ടറി മുൻപ് പ്രഖ്യാപിച്ച പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് താനും. അപ്പോൾ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസിൽ ഇന്ത്യക്കാരായിട്ടുള്ള യു കെയിൽ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, അതേപോലെ തന്നെ യു കെയിൽ നിന്നുള്ള ആൾക്കാർക്ക് ഭയപ്പെടേണ്ടതായിട്ടുള്ളതോ അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ILRുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിയമമാറ്റങ്ങളെക്കുറിച്ച് ഇതിൽ സംസാരിച്ചിട്ടുണ്ടോ? അതേപോലെ തന്നെ യു കെയിൽ നിലവിൽ ഡിപ്പെൻഡൻറ്റ് വിസയിലോ അല്ലെങ്കിൽ കെയർ വിസയിലുള്ള ആൾക്കാർക്ക് ഭയപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കും എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. 2026 മാർച്ച് 5 പാർലമെന്റിൽ സമർപ്പിക്കപ്പെട്ട HC 1691 എന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സമയം കഴിയുന്നില്ല, പെട്ടെന്ന് തന്നെ അതിലോട്ട് കിടക്കാം. ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തിരിക്കുകയാണ്. ഓരോ പോയിന്റ് ആയിട്ട് പറയാം, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി. ഒന്നാമത്തെ പോയിന്റ് വിസ ബ്രേക്ക് അഥവാ വിസ നിയന്ത്രണം. അതായത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസിൽ ഷബാന മുഹമ്മദ് നമ്മുടെ ഹോം സെക്രട്ടറി പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വിസ നിയന്ത്രണത്തെ കുറിച്ച്. ഇതെന്തായാലും ഈ ഒരു ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരെ ബാധിക്കുന്ന ഒരു കാര്യമില്ല, എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് ജസ്റ്റ് സൂചിപ്പിച്ച് പോകാം. കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം കഴിഞ്ഞൊരു മീറ്റിംഗിൽ ഇവരിത് പ്രഖ്യാപനത്തിൽ ഈ ഒരു കാര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് കാമറൂൺ, അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ, സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്കൊക്കെ വിസ അനുവദിക്കില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പറഞ്ഞപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്ന ശേഷം പിന്നെ അസൈലം സീക്കേഴ്സ് ആയിട്ട് മാറുന്നു. അത് ഗവൺമെന്റ് തലവേദനയായിട്ട് മാറുന്നതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇത്തരം ആൾക്കാർക്ക് വിസ നൽകില്ല എന്ന് പറയുന്നത്. സോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്, നമുക്കത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമൊന്നുമല്ല. നമുക്ക് നേരെ രണ്ടാമത്തെ പോയിന്റിലോട്ട് കിടക്കാം. രണ്ടാമത്തെ പോയിന്റ് റെഫ്യൂജികളെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ഇതേപോലെ ഇതിപ്പോൾ ബോട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒറിജിനൽ ഏതെങ്കിലും നിയമപരമായിട്ടുള്ള വിസയിൽ വന്ന ശേഷം പിന്നീട് വിസ കാലാവധി കഴിയുമ്പോൾ അസൈലം സീക്കേഴ്സ് ആയിട്ട് മാറുന്ന കാര്യമാണ്. പുതിയത് ഇതും നമ്മൾ ഇന്ത്യക്കാരെ ബാധിക്കുന്ന കാര്യം അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അസൈലം സീക്കേഴ്സ് അല്ലെങ്കിൽ റെഫ്യൂജി സ്റ്റാറ്റസിൽ വന്ന ആൾക്കാർ, ഈ ബോട്ടിലൊക്കെ വന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് സാധാരണഗതിയിൽ വന്നാൽ 5 വർഷത്തിനൊക്കെ വിസ കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അത് നേർപകുതിയാക്കി 2.5 വർഷമാക്കി കുറച്ചു. അതായത് 30 മാസമായി കുറച്ചിരിക്കുകയാണ്. അവർക്കുള്ള പല ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചു. അതേപോലെ തന്നെ അവർ സ്വമേധയാ യു കെ പോവുകയാണെങ്കിൽ ഒരു ആൾക്ക് 10,000 പൗണ്ടും അതേപോലെ ഒരു ഫാമിലിക്ക് 40,000 പൗണ്ടും നൽകി അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കും എന്നുള്ള രീതിയിലൊക്കെ അത് കഴിഞ്ഞ ദിവസവും ഹോം സെക്രട്ടറി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസിലും അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മൂന്നാമത്തെ പോയിന്റ് നമ്മൾ ഇന്ത്യക്കാർക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, എന്നാലും നമ്മൾ അറിയിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. വിസിറ്റിംഗ് വിസ നിർബന്ധമാക്കി ചില രാജ്യങ്ങൾക്ക്. അതായത് യു കെയിലേക്ക് ചില രാജ്യങ്ങൾക്ക് വിസയൊന്നും എടുക്കാതെ വരാൻ പറ്റാവുന്ന പല സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചില രാജ്യങ്ങൾക്ക് വിസിറ്റിംഗ് വിസ നിർബന്ധമാക്കി. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിക്കോരാഗ, സെന്റ് ലൂസിയ തുടങ്ങിയ 1-2 രാജ്യങ്ങൾക്ക് യു കെ വരണമെങ്കിൽ അവരെ പൗരന്മാർക്ക് തീർച്ചയായിട്ടും വിസിറ്റിംഗ് വിസ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് നാലാമത്തെ പോയിന്റ് എടുക്കാം. നാലാമത്തെ പോയിന്റ് നമ്മൾ ഇന്ത്യക്കാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. അത് ILRുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. എന്താണെന്നല്ലേ, ഇംഗ്ലീഷ് ക്വാളിഫിക്കേഷൻസ് നിർബന്ധമാക്കി. ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ക്വാളിഫിക്കേഷൻ്റെ ലെവൽ വർദ്ധിപ്പിക്കുന്നു. അത് ഇത്രയും കാലം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്, നിയമം വന്നേക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പ്രപ്പോസലായിരുന്നു അത്. ഇപ്പോൾ നിയമരേഖയായിട്ട് മാറിയിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് എന്ന നിയമരേഖയായിട്ട് പാർലമെന്റിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ്? ഇംഗ്ലീഷ് നോളജ് ഇപ്പോൾ ഇത്രയും കാലം ഉണ്ടായതിനേക്കാൾ B1 ആയാലും മതിയായിരുന്നു, അത് B2 ആക്കാൻ വേണ്ടി പോവുകയാണ്. എന്തെങ്കിലും ILR ലഭിക്കാൻ 5 വർഷം എന്നത് 10 വർഷം ആക്കിയേക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസിൽ ഞാൻ കണ്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല. സോ ദാറ്റ് മീൻസ് നമുക്ക് ഹോപ്പുണ്ട് ഈ ഏപ്രിൽ പുതിയ സ്റ്റേറ്റ്മെന്റ് ചേഞ്ചസ് വരുമായിരിക്കാം. അതല്ലെങ്കിൽ ഓട്ടമിലോട്ട് മാറ്റിയെന്നും പറയുന്നുണ്ട്. അപ്പോൾ സെപ്റ്റംബറിൽ വരുന്ന ബജറ്റിലോ സെപ്റ്റംബറിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ് ചേഞ്ചസിലോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞേക്കാം. അതിനർത്ഥം ഗവൺമെന്റ് പ്രതിരോധത്തിലാണെന്നാണ്. ILR 5 വർഷം മുതൽ 10 വർഷമാക്കാനുള്ള ഗവൺമെന്റ് പ്രൊപ്പോസൽ പല ഭാഗത്ത് നിന്ന് തടസ്സവാദം ഉന്നയിച്ചത് കൊണ്ട് തന്നെ MP-മാരടക്കം പലരും അതിനെ എതിർത്തുകൊണ്ട് തന്നെ ലേബർ പാർട്ടിയിലെ MP-മാരടക്കം എന്ന് എടുത്തു പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് കുറച്ച് പ്രതിരോധത്തിലാണ്. ആയതുകൊണ്ടായിരിക്കണം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസിൽ അതിനെക്കുറിച്ചൊന്നും ഒന്നും പറയാത്തത്. എന്ത് തന്നെയാണെങ്കിൽ കൂടി ഇംഗ്ലീഷ് ടെസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ B2 ലെവൽ ആക്കിയിട്ടുണ്ട്. അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് തന്നെയാണ്. 2025 മെയ്യിൽ
പറഞ്ഞിരുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസിലെ ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് വീണ്ടും ആവർത്തിച്ച് ഈ 2027 നിലവിൽ വരും എന്ന് പറഞ്ഞിരിക്കുന്നു. യു കെയിൽ താമസിക്കുന്നവർക്ക് ഇംഗ്ലീഷ് നല്ല അറിവ് ഉണ്ടായിരിക്കുകയും സമൂഹത്തിൽ നല്ല രീതിയിൽ ഇടപെടാനും മിങ്കിൾ ചെയ്തിട്ട് സമൂഹത്തിലൊരു ഭാഗമായിട്ട് മാറാൻ കഴിയുകയും ചെയ്യണം. എന്നാൽ മാത്രമേ വ്യക്തിയും യു കെയും വളരുകയുള്ളൂ എന്ന് ഗവൺമെന്റ് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ നിയമം 2027 മാർച്ച് തൊട്ടാണ് നിലവിൽ വരിക. അപ്പോൾ ആ ഒരു വർഷം സമയം തന്നിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, യു കെയിൽ നിലവിലുള്ള ആൾക്കാരെ മുൻകണ്ട് അവർക്ക് അത് പഠിക്കാനും അതിനെ ആ ഒരു നിയമം അഡാപ്റ്റ് ചെയ്യാനുള്ള സമയം തന്നിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ B2 ലെവൽ വേണം എന്ന് പറഞ്ഞ് നമ്മൾ ടെൻഷനിലോട്ട് തള്ളിവിടുന്നില്ല. ഒരു വർഷം പഠിക്കാനുള്ള സമയം തന്നിട്ടുണ്ട്. 5ാമത്തെ പോയിന്റാണ് ഗ്ലോബൽ ബിസിനസ് മൊബിലിറ്റി എന്ന് പറയുന്നത്. അത് ഇന്ത്യക്കാർക്ക് നേട്ടം തന്നെയാണ്. ഇന്ത്യയുമായിട്ട് വ്യാപാര കരാർ, അതായത് ഇന്ത്യ UK ഫ്രീ ട്രേഡ് കരാറൊക്കെ ഉണ്ടായിരുന്നു. പല ആൾക്കാരും ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ലല്ലോ ഇന്ത്യ UK തമ്മിൽ വ്യാപാര കരാർ. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദിയും UK പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള കെയർ സ്റ്റാമറും ചേർന്നിട്ട് ഫ്രീ ട്രേഡൊക്കെ ഇന്ത്യ UK ട്രേഡ് കരാറൊക്കെ ഒപ്പിട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള പല കാര്യങ്ങൾക്കും ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട് പുതിയ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസിൽ. ഇതുകൊണ്ട് ഒരുപാട് ഇന്ത്യക്കാർക്ക്, ഇന്ന് യുവാക്കൾക്കൊക്കെ ഒരുപാട് ഗുണങ്ങളാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഈ ഗ്ലോബൽ ബിസിനസ് വിസ റൂട്ടിലെ മാറ്റങ്ങൾ മൂലം ഇന്ത്യയിൽ നിന്ന് UK യിലോട്ട് കമ്പനിപരമായിട്ട് പല ആൾക്കാർക്കും പെട്ടെന്ന് തന്നെ വിസ ചേഞ്ച് ചെയ്ത് മാറി വരാൻ വേണ്ടി സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യൻ കമ്പനികളിലെ ജീവനക്കാർക്ക് UK യിലെ കമ്പനികളിലോട്ട് അവരുടെ വർക്കിൻ്റെ ഒക്കെ ഭാഗമായിട്ട് മാറണമെങ്കിൽ മുൻപ് 1 വർഷത്തെ പ്രവൃത്തി പരിചയമൊക്കെ ആവശ്യമുണ്ടായത്, എക്സ്പീരിയൻസ് ഒക്കെ ആവശ്യമുണ്ടായത്, അത് 6 മാസമാക്കി കുറച്ചിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലും ഈ ഒരു ഫ്രീ ട്രേഡ് അതുമായി ബന്ധപ്പെട്ട് വേണം നമുക്ക് വേറെ വീഡിയോ ചെയ്യേണ്ടി വരും. എങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, ഇന്ത്യ UK ഫ്രീ ട്രേഡിലുമായി ബന്ധപ്പെട്ട് ഉള്ള കരാർ സ്മൂത്ത് ആക്കുകയും അത് പ്രകാരം ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന യുവാക്കൾക്ക് UK കമ്പനിയിലോട്ടുള്ള ട്രാൻസിഷൻ വളരെ പെട്ടെന്ന് തന്നെ മാറാൻ സാധിക്കുകയും വിസകളിലൊക്കെ പ്രവൃത്തികളിലൊക്കെ ഒരുപാട് ഒരു ഇളവുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസിൽ വ്യക്തമായി ഉൾപ്പെടുത്തിയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും IT മേഖലകളിലും മറ്റ് സർവീസ് മേഖലകളിലൊക്കെ ഉള്ള യുവാക്കൾക്ക് UK യിലൊക്കെ വരാൻ ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു സംഭവം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. 6ാമത്തെ പോയിന്റ് യൂത്ത് മൊബിലിറ്റി സ്കീമിനെ കുറിച്ചാണ്. അത് ഇന്ത്യക്കാർക്ക് സന്തോഷമുള്ള ഒരു കാര്യം തന്നെ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂത്ത് മൊബിലിറ്റി സ്കീമിൽ. ഇപ്പോൾ ഇന്ത്യ യങ് പ്രൊഫഷണൽ വിസ ഉണ്ടല്ലോ, ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം. ഇതേപോലെ തന്നെ പല രാജ്യങ്ങളും, ഓസ്ട്രേലിയ പോലെയുള്ള പല രാജ്യങ്ങളുമായിട്ട് യൂത്ത് മൊബിലിറ്റി സ്കീം UK ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു UK ഇങ്ങനെ സ്ട്രിക്റ്റായിട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ യങ് പ്രൊഫഷണൽ സ്കീമിൽ കൈവയ്ക്കാൻ സാധ്യതയുണ്ട് എന്ന്. കാരണം എന്താ, UK വേണ്ട ക്വാളിറ്റി ആയിട്ടുള്ള ആൾക്കാരെയാണ്. അപ്പോൾ യങ് പ്രൊഫഷണൽ സ്കീമിൽ വരുന്ന ആൾക്കാരൊക്കെ ഒരു ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്ക് അവരുടെ ക്വാളിറ്റി അനുസരിച്ചിട്ടൊന്നുമല്ല, അവരുടെ ഭാഗ്യത്തെ അനുസരിച്ച് ഒരു ബാലറ്റ് സിസ്റ്റം പ്രകാരം 20 വയസ്സും 30 വയസ്സിനിടയിലുള്ള ആൾക്കാർ UK എത്തിപ്പെടുകയാണ്. അപ്പോൾ ഗവൺമെൻറ് ക്വാളിറ്റി പരമായിട്ട് ആൾക്കാരെ മാത്രമാണ് UK വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എന്ന നിലപാടുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും യങ് പ്രൊഫഷണൽ സ്കീമിനൊക്കെ കൈവയ്ക്കാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പുതിയൊരു സ്റ്റേറ്റ്മെന്റ് ചേഞ്ചസിൽ ഗവൺമെന്റ് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ ഒരു യങ് പ്രൊഫഷണൽ സ്കീമിനൊന്നും ഒരു മാറ്റവുമില്ല. മാത്രമല്ല പല രാജ്യങ്ങൾക്കും അവർ പുതുക്കി നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യങ് പ്രൊഫഷണൽ സ്കീം എന്നുള്ളത് ഇനിയും തുടരും എന്നുള്ളത് തന്നെയാണ്. അതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. എല്ലാ വർഷവും 3000-ഓളം പേർക്ക് UK യിലോട്ട് വരാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളത് തന്നെ പല യുവാക്കളുടെയും സ്വപ്ന സാഫല്യമായി തന്നെ കണക്കാക്കാൻ വേണ്ടി സാധിക്കും. 7ാമത്തെ പോയിന്റ്, ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാർക്ക് ഇനി UK ബൈ പറയുകയാണ്. ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാർക്ക് ഇനി UK വിസ നൽകുന്നതല്ല. ഇത്രയും കാലം പ്രപ്പോസൽ മാത്രമായിരുന്നു, ഇപ്പോൾ അത് നിയമപരമായിട്ട് വരാൻ വേണ്ടി പോവുകയാണ്. അതേപോലെ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിട്ടും തെറ്റായ വിവരങ്ങളാണ് നിങ്ങൾ വിസ അപേക്ഷിക്കുമ്പോൾ നൽകിയിട്ടുണ്ടെങ്കിൽ ഇതിന് തീർച്ചയായിട്ടും നിയമ നടപടികളും UK സ്വീകരിക്കുമെന്നാണ്. 8ാമത്തെ പോയിന്റ്, ഹോങ്കോങ് BNO വിസയിൽ മാറ്റം എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാരായ നമ്മൾ വിചാരിക്കുക എന്തിനാണ് ഹോങ്കോങ് BNO വിസയിൽ മാറ്റം നമ്മളെ എങ്ങനെ ബാധിക്കുന്നു? അതിനെക്കുറിച്ച് പറയുമ്പോൾ ചെറിയൊരു കാര്യം പറയേണ്ടി വരും. അതായത് അത് അവരുടെ പ്രതിഷേധത്തിൻ്റെയും അവരുടെ കൂട്ടായ്മയുടെയും ഫലമാണ്. ഹോങ്കോങ് BNO വിസ എന്ന് പറയുമ്പോൾ അവർക്കും ഈ ILR ബാധിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അവർക്ക് വിസ റിജക്ട് ചെയ്യപ്പെടുന്ന പല കാര്യങ്ങളുണ്ടായിരുന്നു. ഹോങ്കോങ് പണ്ട് UK ഭാഗമായിരുന്നു. അപ്പോൾ അവർക്ക് പല വിസയിൽ പല ഇളവുകളൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ എടുത്തു മാറ്റുന്ന രീതിയിലുള്ള നിയമങ്ങൾ ഗവൺമെൻറ് കൊണ്ടുവരിക എന്ന് പറഞ്ഞപ്പോൾ അവർ പ്രതിഷേധിച്ചു. ഇപ്പോൾ ILRന് വേണ്ടിയിട്ട് നമ്മൾ മലയാളികളായിട്ടുള്ള ഇന്ത്യക്കാരായിട്ടുള്ള പ്രവാസികൾ പ്രതിഷേധിക്കുന്ന പോലെ തന്നെ അവർ പ്രതിഷേധിച്ചു. പക്ഷേ അവർ കുറച്ചുകൂടി ഫലപ്രദമായ രീതിയിൽ എംപിമാരെ കാണുകയും നല്ല രീതിയിൽ പെറ്റീഷനും കാര്യങ്ങളൊക്കെ ഒപ്പിടുകയും വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയും ചെയ്തപ്പോൾ ഗവൺമെൻറ് അവരുടെ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളും ഇളവുകളും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് നൽകുകയുണ്ടായി. അതായത് ILRന്റെ 5 വർഷം എന്നുള്ളത് 10 വർഷമാക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അത് 5 വർഷം തന്നെ ആക്കണം എന്ന് പറഞ്ഞ് നിലവിലുള്ള ആൾക്കാരിൽ പരിഗണിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ സമരം ചെയ്യുകയല്ല, നമ്മൾ പ്രതിഷേധിക്കുന്ന പോലെ അവർ പ്രതിഷേധിച്ചതിൻ്റെ ഫലം കണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസിൽ അവർക്ക് മാറ്റങ്ങൾ വന്നത്. അപ്പോൾ നമ്മളും പ്രതിഷേധിക്കുകയാണെങ്കിൽ ഇനിയും മാറ്റം വരാൻ വേണ്ടി സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് മാറ്റം വരാൻ വേണ്ടി സാധ്യത ഇല്ലെങ്കിൽ കൂടി, മാറ്റം വരില്ലെങ്കിൽ കൂടി അറ്റ്ലീസ്റ്റ് ഇങ്ങനെ നീണ്ടു പോകുമല്ലോ. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ആക്ച്വലി ഇപ്പം എപ്പോഴും ഒരു പ്രഖ്യാപിച്ച കാര്യമാണ്. അതിപ്പോൾ
ഈ സ്റ്റേറ്റ്മെൻറ്റ് ചേഞ്ചസിന് വന്നിട്ടില്ല, ഏപ്രിലും വരാൻ പോകുന്നില്ല, അവരിനി സെപ്റ്റംബറിൽ ഓട്ടമിലാണ് അവർ പറയുന്നത്. അപ്പോൾ അത്രയും അങ്ങനെ അങ്ങോട്ട് തള്ളി പോകും. ഇപ്പോൾ പിന്നീട് അത് വരികയാണെങ്കിൽ നിലവിലുള്ള ആൾക്കാരെ സേഫ് ആകുന്ന രീതിയിലാണ് മേ ബി ഇനി വരാണെങ്കിൽ തന്നെ അവർക്കത് വരുത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ചുരുക്കത്തിൽ UK നിയമവിരുദ്ധമായിട്ടുള്ള കുടിയേറ്റം തടയാനും അനാവശ്യമായിട്ടുള്ള അസൈലം സീക്കേഴ്സിന്റെ ഒഴുക്കിനെ നിയന്ത്രിക്കാനും ഒക്കെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ചേഞ്ചസിൽ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഹോം സെക്രട്ടറി കാര്യങ്ങൾ കൂടുതൽ പഠിച്ച് കൂടുതൽ സ്ട്രിക്റ്റായി കൊണ്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോലെയുള്ള ആൾക്കാർ പ്രതിഷേധിക്കുന്നത് കൊണ്ട് തന്നെയാണ് ILRമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പെട്ടെന്ന് തന്നെ വരാത്തത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസിൽ ആകെ ILRമായി ബന്ധപ്പെട്ട് വന്ന കാര്യം എന്താ? ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ കാര്യമാണ്. ഇംഗ്ലീഷ് ക്വാളിഫിക്കേഷൻസ് B1 എന്നുള്ളത് B2 മാറ്റുന്നു എന്നുള്ളത്. ബാക്കി കാര്യങ്ങളൊന്നും നമ്മളുമായി പ്രത്യക്ഷത്തിൽ ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസിനെ കുറിച്ച് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ഇതേപോലെയുള്ള തീർച്ചയായിട്ടും സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസോ അതുമായി ബന്ധപ്പെട്ട ഫോളോ അപ്സ് ഒക്കെ ഉണ്ടാവും. അത് വരുന്ന മുറയ്ക്ക് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് തോന്നുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ, സീ യു, താങ്ക് യു വെരി മച്ച്.